വിദ്യാലയ ഓർമ്മകൾ പങ്കുവച്ച് കൊച്ചിയിൽ ഒത്തുചേർന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ 1976-ൽ സെന്റ് തെരേസാസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളാണ് വീണ്ടും ഒത്തുചേർന്നത്. പഠിച്ചിറങ്ങിയതിന്റെ 50-ാം വാർഷികത്തിൽ അവർ വീണ്ടും കൈകോർത്തു. പണ്ടത്തേതിനേക്കാൾ വലിയ ആവേശത്തിലും ചുറുചുറുക്കിലും ഓർമ്മകൾ പങ്കുവച്ചു. 1976-ൽ സെന്റ് തെരേസാസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്നും ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയവരാണ് ഒരിക്കൽ കൂടെ സ്കൂൾ ഓർമ്മകളുമായി ഒത്തുകൂടിയത്. പിന്നെ അറിയുന്നവർ അങ്ങനെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി നമ്പേഴ്സ് ആഡ് ചെയ്ത് ഞങ്ങളന്ന് പഠിച്ചപ്പോൾ 4 ഡിവിഷനായിരുന്നു, ഒരു 110 കുട്ടികളോളം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാവരെയും കണ്ടുപിടിച്ചു. അപ്പം ഗ്രൂപ്പ് ഉണ്ടാക്കി. ചിലവർക്കൊന്നും വരാൻ കഴിഞ്ഞില്ല, എന്നാലും ഒരു 90 പേരോളം ഇന്ന് എത്തിയിട്ടുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് തന്നെ പറയാം. എന്താ വെച്ചാൽ US നിന്നുണ്ട്, കാനഡയുണ്ട്, ഗൾഫ് റീജിയൻസ് നിന്നുണ്ട്, സിംഗപ്പൂർ, ഓസ്ട്രേലിയ, അങ്ങനെ പല പല സ്ഥലങ്ങളിൽ നിന്നുണ്ട്. പിന്നെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ട്. ശാരീരിക ബുദ്ധിമുട്ടുകൾ പോലും വകവയ്ക്കാതെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വീണ്ടും കാണാൻ അവരുടെ സ്വന്തം അധ്യാപകരും. വളരെ സന്തോഷം മാത്രമല്ല, ഞങ്ങൾ വികാരം, ഞങ്ങളുടെ ഇമോഷൻസ് ഉണ്ടല്ലോ. ഞങ്ങളുടെ കുട്ടികളാണിത്. ഞങ്ങൾ 10 അവർ വളരെ 10th എന്നൊക്കെ പറയുമ്പോൾ വളരെ യങ്ങാണ് അവരെ അതുപോലെ ഞങ്ങൾ കണ്ട് ഇത്രയും വളർന്ന് ഇത്രയും കഴിവുള്ള കുട്ടികളായിട്ട് വരുമ്പോൾ ഒരമ്മയ്ക്കുള്ള സ്നേഹമുണ്ടല്ലോ, അത് ഞങ്ങൾക്കുണ്ട്. ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങളും ഇങ്ങനെ ഇത്രയും നല്ല കുട്ടികളും ഞങ്ങൾക്ക് തന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. പോക്കളിലാണ് ഞാൻ നടക്കുന്നത്, എവിടെയും പോയിട്ടില്ല. ആദ്യമായിട്ടൊരു ഫംഗ്ഷന് വരിക. ഈ ഒത്തുചേരൽ എക്കാലവും ഓർത്തിരിക്കാൻ വിവിധ വിനോദ പരിപാടികളും ഒരുക്കിയിരുന്നു. നിലവിൽ പഠിക്കുന്നവർക്കും ഭാവിയിൽ പഠിക്കാനെത്തുന്നവർക്കുമായി വിദ്യാലയത്തിന് സ്നേഹ സമ്മാനവും കരുതിയാണ് ക്ലാസ് ഓഫ് 1976 ഒത്തുകൂടിയത്. അപ്പോൾ ടീച്ചേഴ്സിനെ ഞങ്ങൾക്ക് ആദരിക്കാൻ ഒരു അവസരം കിട്ടി. അതുപോലെ സ്കൂളിൽ കുറച്ച് ലാപ്ടോപ്സ് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ പഠിച്ച സ്കൂളിന്. അപ്പം ഞങ്ങളുടെ ഒരു ബോണ്ട്, ഒരു വല്ലാത്ത ഫീലാണ് ഞങ്ങൾക്ക് സെന്റ് തെരേസാസ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ എല്ലാവർക്കും. We are so proud of our school and our sister Lucina, she was a headmistress. ഞങ്ങളെയൊക്കെ ഇങ്ങനെ ആക്കി മോൾഡ് ചെയ്തെടുത്ത് ഞങ്ങളുടെ ടീച്ചേഴ്സും ഹെഡ്മിസ്ട്രസും തന്നെയാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.